നമസ്കാരം. അഭിമുഖത്തിന്റെ ഈ ലക്കത്തിൽ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച്, കോൺഗ്രസിലെ ഉൾപാർട്ടി രാഷ്ട്രീയ ചർച്ചകളെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ ഒരു അഭിമുഖമാണ് ലക്ഷ്യമിടുന്നത്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നമസ്കാരം. 10 വർഷത്തെ ഈ ഭരണത്തിന്റെ തുടർച്ചയില്ലായ്മയ്ക്ക് ഒരു അറുതിയായോ? തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണ തുടർച്ച തന്നെ കോവിഡ്, പ്രളയം, അതുപോലെ തന്നെ കോവിഡ് രോഗികളുടെ മറവിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള പോസ്റ്റൽ വോട്ട്, ഈ 3 കാര്യങ്ങളാണ് ഭരണ തുടർച്ച CPM നൽകിയത്, ഇടതുപക്ഷ മുന്നണിക്ക് നൽകിയത്. അതൊരു അത്ഭുതമെന്നല്ല, പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ്. അത് വലിയൊരു കൈത്തറ്റാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം അന്ന് തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ വൈകിയിരുന്നു. 5 വർഷം സഹിക്കേണ്ടി വന്നു. അതിനൊരു മാറ്റമുണ്ടായി. 10 വർഷമായി ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം, ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, അതാണ് ജനപക്ഷം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് 102 സീറ്റിലെ ജയം, അതിലുപരി ഓരോ സീറ്റിലെയും മഹാഭൂരിപക്ഷം, ഓരോ സീറ്റിലുമുള്ള ഭൂരിപക്ഷം 3,00,000 മുകളിൽ വരെ ഭൂരിപക്ഷം എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ ഞങ്ങളെ എതിർത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും അടക്കം തയ്യാറായി എന്നതാണ് ഈ വലിയ വിജയത്തിൻ്റെ അടിത്തറ. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്നു, കൂടുതൽ ഉത്തരവാദിത്വ ബോധവും ഉണ്ടാക്കുന്നു. കുട്ടനാട്ടിൽ മത്സരിക്കാൻ കഴിഞ്ഞാത്തതിൽ വിഷമമുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും നിയമസഭയിൽ മത്സരിക്കുക, പാർലമെൻറ്റിൽ മത്സരിക്കുക, അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് നന്മകൾ ആളുകൾക്ക് ചെയ്യാൻ കഴിയും എന്ന ചിന്തയുണ്ട്. ഇതൊന്നും ആഗ്രഹിച്ചല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. ഞാൻ 40 വർഷം പിന്നിടുകയാണ്. 40 വർഷമായി. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ്. മാറിയ സാഹചര്യത്തിൽ പിന്നീടാണ് ഇത്തരം ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വന്നത്. ആഗ്രഹങ്ങളുണ്ട്, പലവട്ടം അവസരങ്ങൾ വന്നു. 2011, 16, 21, 26, 2019 പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്തും ചർച്ച ചെയ്യപ്പെടുകയും പേര് പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. കിട്ടിയില്ല. സ്വാഭാവികമായും ദുഃഖം ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാവും. ആ സമയത്ത് ദുഃഖമൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതാകാൻ ആഗ്രഹിച്ച് തുടങ്ങാത്തത് കൊണ്ടും, പിന്നെ എന്നേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലുണ്ടെന്നും, നമ്മൾ ജയിച്ചവരെക്കുറിച്ച് മാത്രം തിരിഞ്ഞു നോക്കിയാൽ നിരാശ കൂടുതലാണ്. നമ്മളെക്കാൾ ഒരുപാട് ജൂനിയറായ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയത് ഓർത്താൽ നമുക്ക് സങ്കടം വരും. പക്ഷെ നമ്മളെക്കാൾ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരുപാട് ആളുകൾ വീണുപോയ പാർട്ടിയിലാണ് ഇന്ന് കേരളത്തിലെ പാർട്ടിയുടെ നയങ്ങളും സമീപനങ്ങളും പറയാൻ കഴിയുന്ന ഒരാളായി, 10 പേർ തിരിച്ചറിയുന്ന ഒരു മുഖമായി, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് എനിക്ക് ഇപ്പോഴും നിൽക്കാൻ കഴിയുന്നു എന്നത് വളരെ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അർഹതപ്പെട്ടത് പാർട്ടിക്ക് തരേണ്ടി വരും. അത് തരും. ഇനി തന്നില്ല എങ്കിൽ പോലും ജീവൽക്കാലം മുഴുവൻ കോൺഗ്രസ്സായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത്. ആ ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത്. ശ്രീ പിണറായി വിജയനിൽ നിന്ന് ശ്രീ VD സതീശനിലേക്ക് മുഖ്യമന്ത്രി പദം എത്തുമ്പോൾ താങ്കൾക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നേരിട്ട് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? പിണറായി വിജയന് ഒരുപാട് മൈനസുകളുണ്ട്. വിശാലമായ വീക്ഷണമില്ല, പൊതുവായി ആളുകളുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയെന്ന ശാഠ്യത്തോടു കൂടിയുള്ള പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം അത് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവാണെന്ന് പറയുമ്പോഴും അതിലൊരു പോസിറ്റീവ് ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ജനവിരുദ്ധനാണ്. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ കുറച്ച് കാർക്കശ്യം വേണം, അത് കൂടിപ്പോയി പിണറായി വിജയന് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അതാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. മറിച്ച് VD സതീശനിലേക്ക് എത്തുമ്പോൾ താങ്കൾ കാണുന്ന പ്രധാനപ്പെട്ട ഗുണപരമായ മാറ്റം എന്താണ്? VD സതീശൻ എക്കാലത്തും നിയമസഭാംഗം എന്നുള്ള നിലയിലും രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനും അത് പഠിച്ചവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് പിണറായി വിജയനേക്കാൾ മറ്റു പല നേതാക്കളേക്കാൾ അദ്ദേഹത്തെ മുന്നിലെത്തിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പിണറായി വിജയൻ്റെ പരാജയവും ദൗർബല്യവും തിരിച്ചറിയാനുള്ള പ്രത്യേക ശ്രദ്ധ ശ്രീ VD സതീശനുണ്ടായാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും.
ഈ എങ്ങനെയാണ് ശ്രീ കെ സി വേണുഗോപാൽ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രസക്തനായി പോയത്? കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ അപ്രസക്തനായിട്ടില്ലല്ലോ, അപ്രത്യക്ഷനുമായിട്ടില്ല. അദ്ദേഹത്തിന് അപ്രത്യക്ഷനാകാൻ കഴിയുകയുമില്ല. അദ്ദേഹം 50 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. അതിൽ 3 തവണ കേരള നിയമസഭയിലേക്ക് ഒരേ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, ലോക്സഭയിലേക്ക് 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ട, സംസ്ഥാനത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന, ഇന്ന് ഇന്ത്യയിലെ സർക്കാരിൻ്റേതടക്കമുള്ള വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനുള്ള അവകാശമുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷനായി എന്നൊരു പ്രയോഗമേ തെറ്റാണ്. ആളുകൾ പ്രവർത്തന മികവിൽ ഓരോ സ്റ്റെപ്പിൽ ഉയർന്നു വരും. ആ ഉയർച്ചയുടെ ഭാഗമായിട്ടുള്ള ചുമതലകളിൽ കേരളത്തിൽ ചെലവഴിക്കുന്നത് പോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പോവുകയും ഇടപെടുകയും ചെയ്തേണ്ടി വരുന്നതിൻ്റെ ഒരു പാകപ്പിഴ ചൂണ്ടിക്കാണിക്കാം. അതൊരു കഴിവിൻ്റെ ഭാഗവും ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗവുമാണ്. അല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ ഒഴിഞ്ഞു നിൽക്കലല്ല. A to Z കാര്യങ്ങളിൽ അദ്ദേഹം ഇവിടെ ലൈവാണ്, അന്നും ഇന്നും ഈ നിമിഷവും. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സ്ഥാനാർത്ഥികളെ അവർക്ക് വേണ്ടി പിടിവാശിയോടുകൂടി സ്ഥാനാർത്ഥികളാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തത് എന്തിനാണ്? ആരെയാണ് പിടിവാശിയോടുകൂടി താങ്കൾ തന്നെ പറഞ്ഞു 50 പേരോളം അദ്ദേഹത്തെ. അല്ല, ഞാൻ പറഞ്ഞ 50 പേരോളം സപ്പോർട്ട് ചെയ്ത ആളുകൾ ഞാൻ ചോദിക്കുക. PC വിഷ്ണുനാഥ്, അദ്ദേഹം കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പുകാരനാണ്. അത് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരനായിരുന്നു. അവിടെ 2 പ്രാവശ്യം ഇതിനു മുമ്പ് MLA ആയിട്ടുള്ള ആൾ അയാൾക്ക് സീറ്റ് കൊടുക്കണ്ടേ? AICC സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ്. കൊടുത്തതിൽ എന്താ തെറ്റ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് കൊടുക്കണ്ടേ? സണ്ണി ജോസഫ് DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും ആയിരുന്ന ആളാണ്. അദ്ദേഹം പകൽ പോലെ എല്ലാവർക്കും അറിയാമല്ലോ കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചു എന്ന്. ഗ്രൂപ്പ് നോക്കിയാണോ സീറ്റ് കൊടുത്തത്? ഇനി ആലപ്പുഴയിൽ മാത്രം എടുക്കാം. ആലപ്പുഴയിൽ KSU ജില്ലാ പ്രസിഡൻ്റായിരുന്ന AD തോമസ് KSU ജില്ലാ പ്രസിഡൻ്റായിരുന്ന A ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. AD തോമസ് മത്സരിച്ച് ജയിച്ച് MLA ആയി. കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് നോക്കി സ്ഥാനാർത്ഥിത്വം കൊടുത്തു. എറണാകുളം എടുക്കൂ. ടോണി ചെമ്മണി ആകട്ടെ, ദീപക് ജോയി ആകട്ടെ, മനോജ് മുത്തേടനാകട്ടെ, ഓരോ മണ്ഡലങ്ങളും ഞാൻ സ്പെസിഫൈ ചെയ്ത് പേരെടുത്ത്. ഉമാ തോമസ് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് നോക്കിയ അഭിപ്രായം പറയുന്നതാണ്. T സിദ്ദീഖ് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് നോക്കിയ അഭിപ്രായം. നമ്മൾ കേരളത്തിലെ ഈ കോൺഗ്രസിലെ AI ഗ്രൂപ്പ് സംവിധാനങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ലല്ലോ. അല്ല, ഞാൻ അർഹതപ്പെട്ടവരെ മാറ്റി നിർത്താൻ പറ്റുമോ അഭിജിത്തെ? അർഹതപ്പെട്ടവരെ എങ്ങനെയാണ് മാറ്റി നിർത്താൻ പറ്റുക? ഇപ്പോൾ N ശക്തൻ മത്സരിക്കുന്നു. അദ്ദേഹത്തെ എന്ത് പറഞ്ഞാണ് മാറ്റി നിർത്തുന്നത്? തിരുവനന്തപുരം DC പ്രസിഡൻ്റായിട്ടിരിക്കുന്ന, മുൻ മന്ത്രിയായിട്ടുള്ള, വലിയ പ്രബലമായ ഒരു സമുദായ അംഗം കൂടിയായിട്ടുള്ള ഒരാൾ എന്ത് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നത്? ബിന്ദു കൃഷ്ണയെ പോലെ കൊല്ലത്ത് A to Z സമയങ്ങളിൽ ലൈവായി നിൽക്കുന്ന, സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തി എല്ലാ പോരാട്ടത്തിലും നിൽക്കുന്ന ഒരു DC പ്രസിഡൻ്റായിരുന്ന ഒരു വനിതയെ എന്ത് പറഞ്ഞാണ് മാറ്റി നിർത്തുന്നത്? ഷാനിമോൾ ഉസ്മാനെ എന്ത് പറഞ്ഞാണ് മാറ്റി നിർത്തുന്നത്? M ലിജു എന്ത് പറഞ്ഞാൽ മാറ്റി? ഇവരൊക്കെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ 24 മണിക്കൂറും അലർട്ടായി വർക്ക് ചെയ്യുന്നവരല്ലേ. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് സ്ഥാനാർത്ഥിയാണ് അയോഗ്യനായ ഒരാൾ വന്നത്? യോഗ്യരായവർ പലരും വന്നിട്ടില്ല, വരേണ്ടവരുണ്ട്. അയോഗ്യരായ ആരാണ് വന്നിട്ടുള്ളത്? ഒരാളുടെ പേര് പറ. ഈ കൺഫ്യൂഷൻ എങ്ങനെയാണ് പിന്നീട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അല്ല, അത് സ്വാഭാവികമാണല്ലോ. രാഷ്ട്രീയത്തിൽ ഒന്നിലധികം കഴിവുള്ള നേതാക്കന്മാർ വരുമ്പോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എവിടെയാണ് കൺഫ്യൂഷൻ? ഞാൻ അന്നും തുറന്നു പറഞ്ഞാൽ ഇന്നും തുറന്നു പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഏപ്രിൽ 9-ാം തീയതിയാണ് ഈ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത്, അല്ലേ? മെയ് 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. ഏപ്രിൽ 10-ാം തീയതി എങ്ങനെയാണ് എറണാകുളത്തിന് മുഖ്യമന്ത്രി വേണം എന്ന് പറയുന്നത്? അത് ശരിയാണോ? അത് കോൺഗ്രസ്സുകാരല്ലേ? ഞാൻ നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതാണല്ലോ. ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കണമല്ലോ. ആ ഏപ്രിൽ 9-നും മെയ് 4-നും ഇടയ്ക്ക് ഫലം വന്നിട്ടാണെങ്കിൽ ഓക്കെ. മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് വേണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. മറിച്ച് ഏപ്രിൽ 9-ന് ഇലക്ഷൻ നടന്ന് ഫലം വന്ന് നമുക്കാണോ ഗവൺമെൻറ് എന്ന് അറിയുന്നതിന് മുമ്പ് കെ സി വേണുഗോപാലിനെ വ്യക്തിഹത്യ ചെയ്ത് തുടങ്ങിയത് ഏത് ക്യാമ്പിൽ നിന്നാണ്? ആരാണ് അതിന് പിന്നിൽ? ഏത് കോർപ്പറേറ്റ് ലോബിയാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചത്? അദ്ദേഹം ഇത് ആവശ്യപ്പെടാത്തടുത്ത്, അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാത്തടുത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ചതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ചർച്ച ചെയ്യുന്നതിന് പ്രസക്തിയില്ല. അതിനൊരു അജണ്ടയുണ്ട്. പക്ഷേ ആ അജണ്ടയുടെ തുടർച്ച എന്ന് പറയുന്നത് ശ്രീ VD സതീശൻ്റെ മംഗലാപുരം യാത്രയോട് ഒക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് ആ വിവാദങ്ങൾ ഇങ്ങനെ മറ്റൊരു തരത്തിലേക്ക് മാറിയത്. അത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഞാൻ അതിലേക്ക് വരാം. ഈ മെയ് 4-ന് റിസൾട്ട് വന്ന് മെയ് 7-നാണ് പാർലമെൻ്ററി പാർട്ടി കൂടുന്നത്. മെയ് 7-നാണ് 3 നേതാക്കന്മാരുടെ പേരുകൾ ഉയർന്നു വരുന്നത്. 3-ലധികം ആളുകൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. MLA മാർ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉയർന്നു വന്ന 3 പേരുകൾ: 1 കെ സി വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല, 3 VD സതീശൻ. അപ്പോഴാണ് കെ സി പ്ലേസ് ചെയ്യപ്പെടുന്നത്, ഈ റേസിൽ അംഗമാകുന്നത്.
ആ റേസിൽ അതുവരെ കെ സി വേണുഗോപാലില്ല. അതിനുശേഷം അദ്ദേഹത്തെ വിമർശിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം വിമർശിച്ചാൽ മനസ്സിലാവും അദ്ദേഹം വരുന്നത് ശരിയോ തെറ്റോ എന്ന് ചർച്ച ചെയ്താൽ മനസ്സിലാവും. പക്ഷേ ഒരു മാസക്കാലം നീണ്ടു നിന്ന വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേട്ടയാടേണ്ട ഒരു നേതാവല്ല കെ സി വേണുഗോപാൽ എന്ന് അന്നും ഇന്നും എന്നും എനിക്ക് ബോധ്യമുണ്ട്. കാരണം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ മികവുറ്റ സംഭാവനകൾ പോലെ സംഘടനാ രംഗത്ത് ഈ അടുത്ത കാലത്ത് മാത്രമല്ല, അദ്ദേഹം KSU പ്രസിഡന്റ് ആകുന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റ് വീണ ചോരത്തുള്ളികൾ പോലെ ഒരു നേതാവിൻ്റെയും ശരീരത്തിൽ നിന്ന് ഇവിടെ ഇറ്റ് വീണിട്ടില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് ഓട് പൊളിച്ച് വന്നയാളുമല്ല, പ്യുവർ മെറിറ്റിൽ വന്നയാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വേട്ടയാടിയത് ശരിയായില്ല എന്ന് അത് ചെയ്ത ആളുകൾ പോലും ഈ സന്ദർഭങ്ങളിൽ തിരിച്ചറിയുന്നുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷം. കെ സി വേണുഗോപാലിന് ഈ ക്യാബിനറ്റിൽ വലിയ സ്വാധീനമുണ്ട് എന്ന തരത്തിലേക്കാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെയുണ്ടോ? കെ സി വേണുഗോപാൽ ഒരു 10 വർഷത്തിനിപ്പുറത്തുള്ള കെ സി വേണുഗോപാലിനെ നിങ്ങൾ ക്ലോസായി വാച്ച് ചെയ്യണം. അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരുപാട് വലിയ വില്ലാളി വീരന്മാരുള്ള ഡൽഹിയിൽ ഇരിക്കുന്ന കസേരയിൽ തുടർച്ചയായിരിക്കുന്നത്? എൻ്റെ അറിവിലും ബോധ്യത്തിലും ദിഗ്വിജയ് സിംഗിന് പോലും, അല്ലെങ്കിൽ ജനാർദ്ദൻ ദ്വിവേദിക്ക് പോലും, താരിഖ് അൻവറിന് പോലും ഒരു സ്ഥലത്തും ഒരു വർഷത്തിനപ്പുറം ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാലം തുടർച്ചയായ ഒരാൾ ഇരിക്കണമെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായതുകൊണ്ടല്ല, എടുക്കുന്ന തീരുമാനങ്ങൾ ബ്രോഡ് മൈൻഡായി ചെയ്യുന്നു എന്ന ബോധ്യമാണ്. ആർക്കാണ് ഇത് ബോധ്യപ്പെടേണ്ടത്? വഴി നിൽക്കുന്ന എനിക്കല്ലല്ലോ. ഇത് ബോധ്യപ്പെടേണ്ടത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾക്കാണ്. അവരുടെ ബോധ്യത്തിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ മിസ്റ്റേക്ക് ഇല്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ആ കസേരയിൽ തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു ഏറ്റവും സേഫ് പ്ലേസിൽ നിർത്തി രാഹുൽ ഗാന്ധിയെ MP ആക്കുന്നു, തൊട്ടടുത്ത വട്ടം പ്രിയങ്ക ഗാന്ധിയെ MP ആക്കുന്നു? അത്രയും വലിയ കരുതലുണ്ടെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു കരുതൽ അവർക്കുണ്ടാകേണ്ടതല്ലേ കേരളത്തിലെ കാര്യം? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വിശ്വസ്തത, വിശ്വാസം, അത് ഏറ്റവും പ്രധാനമാണ്. തീർച്ചയായും അദ്ദേഹം ഇത്രയും ആളുകൾ, അതായത് കോൺഗ്രസിൻ്റെ ഏത് സംസ്ഥാനത്തെ ചരിത്രം പരിശോധിച്ചാലും MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ആളെ തീരുമാനിച്ചു വിടുക എന്നുള്ളതാണ്. അവിടെ പിന്നെ വേറൊരു ചർച്ചയില്ല. ഇവിടെ അതിന് മാറ്റി ചിന്തിച്ചത്, ആളുകൾ പറയും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കൊണ്ടാണെന്ന് പറയും. അതൊക്കെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച, ജനവികാരം, പൊതുവികാരം, എന്ത് ജനവികാരം? ജനവികാരം അളക്കുന്നത് തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊരു വ്യക്തിക്ക് കൊടുത്തൊന്നുമല്ല. ഞങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അതൊക്കെ അത് നല്ല കാര്യം. ക്യാമ്പയിനുകൾ സൃഷ്ടിക്കപ്പെടുന്നത് നല്ലതാണ്. LDF സൃഷ്ടിച്ചത് മറ്റാരുണ്ട് എന്നാണ്. അത് ഏറ്റില്ല. ഇവിടെ പടം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാൾ പടം നയിക്കുന്നു എന്നില്ലല്ലോ. രമേശ് ചെന്നിത്തല പടം നയിക്കുന്നുണ്ടോ? കെ സി വേണുഗോപാൽ പടം നയിക്കുന്നുണ്ടോ? നമ്മൾ നയിക്കുന്നു, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നയിക്കുന്നു എന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ചാപ്റ്റർ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. നമ്മളതിന് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ചില ആശയക്കുഴപ്പങ്ങൾ അകറ്റാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ ജയത്തിൻ്റെ മാറ്റ് കുറച്ചിരുന്നോ ഈ വിവാദങ്ങൾ? തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന, UDF-നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു മത്സരം അവരാരും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് 10 വർഷത്തെ ദുരിത ഭരണം അവസാനിപ്പിക്കാൻ ഒരവസരം കിട്ടിയതാണ്. അവിടെ ഒരു രീതിയിലുമുള്ള വിവാദങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടത്തില്ല, ഇൻക്ലൂഡിങ് മീ. ഞാൻ അടക്കമുള്ള ആളുകൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അകത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരാൾ VD സതീശനെ ആക്ഷേപിക്കാൻ പാടില്ല, കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരാൾ രമേശ് ചെന്നിത്തലയെ ആക്ഷേപിക്കാൻ പാടില്ല, കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരാൾ കെ സി വേണുഗോപാലിനെ ആക്ഷേപിക്കാൻ പാടില്ല, മറ്റൊരു നേതാവിനെയും ആക്ഷേപിക്കാൻ പാടില്ല. ഇതൊരു ഡുവൽ ഗെയിം ആയിരുന്നില്ലല്ലോ. ഇടയ്ക്ക് രമേശ് ചെന്നിത്തലയും ഈ ചിത്രത്തിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ അനിഷ്ടം പ്രകടമാക്കുകയും ചെയ്തൊരു ഘട്ടം കൂടി കടന്നുപോയില്ലേ? അങ്ങനല്ല അഭിജിത്തെ. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അംബീഷനില്ലേ? എനിക്ക് MLA ആകാനും മന്ത്രിയാകാനും ഞാനെന്താ കൊള്ളില്ലേ? ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധിക്കൊപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4080 കിലോമീറ്റർ 5 മാസം 150 ദിവസം നടന്നയാളല്ലേ ഞാൻ. മണിപ്പൂർ മുതൽ ബോംബെ വരെ അതിൻ്റെ പാർട്ടായി 2ാം യാത്രയിൽ പങ്കെടുത്ത ആളല്ലേ ഞാൻ. 40 വർഷമായി പ്രവർത്തിക്കുന്ന ആളല്ലേ ഞാൻ. 10-12 വർഷമായി പാർട്ടിയുടെ വക്താവായി നിങ്ങൾക്കറിയാമല്ലോ, പ്രവർത്തന രംഗത്തില്ലേ. കേരളത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ യോഗങ്ങളിലും ക്യാമ്പിൽ ക്ലാസ് നയിക്കാനും പ്രസംഗിക്കാനും മറ്റ് സമരപരിപാടികളിലും പങ്കെടുത്ത് നിൽക്കുന്ന ഒരാളല്ലേ ഞാൻ. 25 വർഷം മുന്നേ പഞ്ചായത്ത് മെമ്പറായ ആളാണ്. മനസ്സിലായില്ലേ? എൻ്റെ പ്രാദേശികമായി പഞ്ചായത്ത് മെമ്പറായി, പ്രാദേശികമായി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായി, ജില്ലാ ഭാരവാഹിയായി അങ്ങനെ വന്നയാളാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ
പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ശമ്പളമോ പാർട്ടിയുടെ TA മേടിച്ചിട്ടല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. CPM പോലെ ഓണറേറിയം നൽകുന്ന പാർട്ടി അല്ലല്ലോ. അപ്പോൾ അത്തരം വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളിൽ പോലും ഞാൻ മാത്രമല്ല പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കാര്യം, MLAക്കും MP ക്കും ബോർഡ് ചെയർമാനാകുന്ന കാലയളവിൽ അവർക്കുമൊക്കെ TA ഒക്കെ കിട്ടും. ഇതൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട്. അപ്പോൾ ആ ആളുകളുടെ വലിയ പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ നല്ല പോക്കാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു വ്യക്തിയെയും ആക്ഷേപിക്കാൻ പാടില്ല, എന്തിൻ്റെ പേരിലായാലും. അവരൊന്നിലധികം ആളുകൾ വരുമ്പോൾ അത് ആഗ്രഹിക്കരുത്. നമ്മളൊരു 100 മീറ്റർ ഓട്ടത്തിൽ ചേർന്നാൽ, ഞാനും അഭിജിത്തുമായിട്ട് 10-15 വർഷത്തെ ബന്ധമുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഓട്ട മത്സരത്തിൽ ചേർന്നാൽ നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഞാൻ തോറ്റു തരണമെന്ന് പറയാൻ പറ്റുമോ? ഞാനും ജയിക്കാൻ ഓടും. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമല്ലേ, അത് നടന്നോട്ടെ. പക്ഷെ അത് അതിര് കടക്കരുത്. ഇവിടെ അത് അതിര് കടന്നു. ഒരു കാരണവശാലും കോൺഗ്രസ് പ്രവർത്തകർ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരാളുടെ കോൺട്രിബ്യൂഷനെയും അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഈ ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡന്റായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ ബന്ധു നിയമനമാണ് ഒരു വിവാദമായി വന്നത്. അത് പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ എങ്ങനെയാണ് ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്? പാർട്ടി 100% അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് തീരുമാനമെടുക്കുന്നതിന് മുമ്പാണ് ഔചിത്യം. തീരുമാനമെടുത്തത് യോഗ്യതയുള്ള ആളെയാണ്. റാങ്ക് ലിസ്റ്റ് മറികടന്നുള്ള നിയമനമല്ല. പരീക്ഷയിൽ തിരിമറിയും കാണിച്ചിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ വിശ്വാസമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടേണ്ട ഒരാളാണ്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്ന, ഉളിക്കൽ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്ന, 5ാം ക്ലാസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ, ബൂത്ത് മുതൽ പ്രവർത്തിച്ച്, വാർഡ് മുതൽ പ്രവർത്തിച്ച്, മണ്ഡലത്തിൽ വിവിധ ചുമതലകളിൽ വന്ന് ഇന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളാണ്. കടത്തി പറഞ്ഞാൽ സണ്ണി ജോസഫിനേക്കാൾ മുമ്പ് MLA ആകേണ്ട ആളാണ്. അത് ചിലപ്പം ആർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, എങ്കിലും ഞാനങ്ങ് പറയുകയാണ്. പ്രത്യാഘാതങ്ങളൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ട് MLA ആകേണ്ട ആളാണ്. അങ്ങനെ ഒരാളെ അദ്ദേഹത്തിന് അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹം വെക്കുന്നതിനും അദ്ദേഹം ആലോചിക്കണമായിരുന്നു, ഇങ്ങനൊരു ആക്ഷേപം വരുമല്ലോ, എന്തിൻ്റെ പേരിലാണെങ്കിലും വേണമെങ്കിൽ മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ വെക്കാം എന്ന് പറയാമായിരുന്നു. പക്ഷേ ആ കള്ളത്തരം അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം സ്ട്രൈറ്റായിട്ടാണ് വിശ്വാസമുള്ള ഒരാളെ വെച്ചു. പിന്നെ വെച്ച സ്ഥിതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നത് തന്നെയാണ്. CPM ആണെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ, BJP ആണെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ? ഇതേ കാര്യം തന്നെയാണ് ശ്രീ EP ജയരാജൻ്റെ കാര്യത്തിൽ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുത്തത്. തെറ്റാണ്. ഇതല്ല, സമാനമായ കാര്യമല്ല. ഇതൊരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അയാൾക്ക് വിശ്വാസമുള്ള ഒരാളെ വെക്കുന്നതും ഒരു റാങ്ക് ലിസ്റ്റിൽ യോഗ്യതയില്ലാത്ത ഒരാളെ നിയമിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. KT ജലീലിൻ്റെ കാര്യത്തിലും EP ജയരാജൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അർഹതയില്ലാത്ത ആളുകളെ വഴിവിട്ട വഴികളിലൂടെ നിയമിച്ചതാണ്. ഇതല്ല. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ആ പാർട്ടി പ്രവർത്തകൻ ഒരാളെ പേഴ്സണൽ സ്റ്റാഫ് എടുക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വിശ്വാസമാണ്. മന്ത്രിക്ക് വിശ്വാസമുള്ള ഒരാളെ എടുക്കുക എന്നോ, പാർട്ടി പ്രവർത്തകൻ പാർട്ടി നിർദ്ദേശിക്കുന്ന ആളെ മന്ത്രിക്ക് വിശ്വാസമല്ലേ വെക്കാൻ പറ്റൂ? ഈ ലഭ്യമാകുന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും ശരിയാണോ എന്നറിയില്ല. പക്ഷേ KPCC നേതൃത്വത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ശ്രീ സണ്ണി ജോസഫിനെതിരെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാം? അങ്ങനെ ഇല്ല. ഇതിൻ്റെ അകത്ത് ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ ഔചിത്യത്തിൻ്റെ പ്രശ്നം വെക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ്. വെച്ച സ്ഥിതിക്ക് അർഹതപ്പെട്ട ആളും ഒരു റാങ്ക് ലിസ്റ്റും മറികടക്കാതെ പിൻവാതിലൂടെ അല്ലാത്ത കാര്യമാണ്. അദ്ദേഹം തന്നെ പറയുന്ന മൊറാർജി ദേശായിയുടെ മകനെ, സണ്ണി ജോസഫ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മൊറാർജി ദേശായിയുടെ മകൻ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വെക്കുന്നതിന് മുമ്പ് ഇത്തരമൊരു സാഹചര്യം വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. വെച്ച സ്ഥിതിക്ക് അയാൾ യോഗ്യനായതുകൊണ്ട് അയാളെ സംരക്ഷിക്കണമെന്ന പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കണമായിരുന്നു പാർട്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബെന്നി നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്. അയാൾ നോക്കിയപ്പോൾ പാർട്ടി തൻ്റെ പേരിൽ സമൂഹത്തിൽ മോശമാകുന്നു. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം രാജിവെച്ചു. അത് നന്നായി. അത് ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞല്ലോ. ഈ കേരളത്തിൻ്റെ വർത്തമാനകാല മാത്രമല്ല, ഒരു വരി കൂടിയുണ്ട്. അദ്ദേഹത്തെ നിയമിക്കുമെന്ന വാർത്തയെ വന്നുള്ളൂ, നിയമിച്ചില്ല. അപ്പോൾ അല്ല, എന്തായാലും പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഒറ്റ മാസം കൊണ്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങളും വലിയ ചർച്ചകളും ഒക്കെയാണ് ശ്രീ VD സതീശൻ സർക്കാരിനെ കുറിച്ച് നടക്കുന്നത്. ഒരു മാസം കൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KSRTCയിലെ സൗജന്യയാത്ര അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ട്രോളുന്നൊരു ഘട്ടം കൂടിയുണ്ട്. ഒരു മാസത്തെ കാലത്തെ VD സതീശൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ താങ്കൾ എങ്ങനെയാണ്? VD സതീശൻ നല്ല പഠനമുള്ള രാഷ്ട്രീയ നേതാവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
വളരെ കൃത്യമായ തിരിച്ചറിവോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണേണ്ട കാര്യം, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പമായിരുന്നു. അവിടെ വേതനം വർദ്ധിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനം പാലിച്ചു. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അംഗനവാടി ടീച്ചർ ഹെൽപ്പർ അവരുടെ വേതന വർധനവ്, പാചകത്തൊഴിലാളികളുടെ വർധനവ്, ഞങ്ങൾ ചെറുപ്പക്കാരായ PSCയിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന്, അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുന്നതിന് ഞങ്ങൾ നടപടി സ്വീകരിച്ചു. ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിൽ പല വിഷയങ്ങൾ ഗുണമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നവീൻ ബാബുവിൻ്റെ മരണം. ആ കുടുംബത്തിൻ്റെ ആവശ്യമായിരുന്നു CBI അന്വേഷണം, മകൾക്കാശ്രിത നിയമനം, രണ്ടും ഞങ്ങൾ ചെയ്തു. ഏറ്റവും കൂടുതൽ ജനങ്ങളെ വിഷമിപ്പിച്ചതും പേടിപ്പിച്ചതുമായ കാര്യമാണ് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. ആരോഗ്യരംഗം വലിയ ചോദ്യം ചെയ്യപ്പെടലിനും വിമർശനങ്ങൾക്ക് വിധേയമായി. ആ ഹർഷിനയോട് ഒരു കരുണയും പിണറായി വിജയൻ സർക്കാർ കാണിച്ചില്ല. ഞങ്ങൾ ഹർഷിനയ്ക്ക് ജോലി കൊടുത്തു. മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട വേണു കൊല്ലം, ഞങ്ങൾ 5 ലക്ഷം രൂപ ധനസഹായം കൊടുത്തു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും വ്യക്തികളുടെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, പൊതുവായ പല കാര്യങ്ങളും ഞങ്ങളുടെ ബഡ്ജറ്റിലുണ്ടാവും. അതിൻ്റെ അകത്ത് കൃത്യമായ ദിശാബോധമുണ്ട്. ആകെ 2 വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ട്രോളിന് വിധേയമാകുന്നത് ഒന്ന് ഈ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനമാണ്. അതിൻ്റെ അകത്ത് പിഴവുണ്ടെങ്കിൽ തിരുത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ദേവസ്വം ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പ്ലീഡറെ വെച്ചത് തെറ്റായി എന്ന് പരസ്യമായി പറയാൻ കോൺഗ്രസ്സുകാർക്ക് മടിയില്ല. എടുത്ത തീരുമാനം അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയോ അദ്ദേഹത്തിൻ്റെ വക്കീലെന്നുള്ള നിലയിലുള്ള പ്രൊഫഷനുമാണ് ശ്രദ്ധിച്ചാണ് എടുത്തതെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ നമ്മൾ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമാണ് സ്വർണ്ണക്കൊള്ള. അതിൽ പ്രതിഭാഗമെന്ന് സംശയിക്കുന്ന ഒരാളുടെ അഭിഭാഷകനായിരുന്ന ഒരാളെ ബാർ കൗൺസിൽ കോഡിന് വിരുദ്ധമാണ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വരാൻ പാടില്ല, അയാളിത് തുറന്നു പറയേണ്ടതാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രിയാണ് നിയമമന്ത്രി, തെറ്റുണ്ടായി. വിമർശനം ഉയർന്നപ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കും, വെച്ചു എന്നുള്ളത് കൊണ്ട് സംരക്ഷിക്കുകയല്ലേ ഇത്, ചവിട്ടി പുറത്താക്കുമെന്ന സന്ദേശം കൊടുത്തപ്പോൾ അയാൾ രാജിവെച്ചു കഴിഞ്ഞു. നമ്മൾ എണ്ണിയെടുത്താൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇന്ന് ആരംഭിച്ചിട്ടുള്ള സൗജന്യമായി സ്ത്രീകൾക്ക് പിന്നെ KSRTC യാത്ര, പ്രിയദർശിനി പദ്ധതി, അതടക്കമുള്ള കാര്യങ്ങൾ എടുത്താൽ 50 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലൊന്നോ രണ്ടോ തീരുമാനമെടുത്ത് നടപ്പിലാക്കി പോലുമില്ല. വിമർശനം ഉണ്ടായ ഉടനെ തിരുത്തി. പിണറായി വിജയൻ തിരുത്തിയിരുന്നില്ല ഒന്നും. അവിടെയാണ് VD സതീശൻ ശ്രദ്ധേയനാകുന്നത്. ക്രിയാത്മകമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും. ഈഗോ ഇല്ല ഈ സർക്കാരിന്. അങ്ങനെ തിരുത്തുന്നതിനുള്ള അവസരം ഉണ്ടാകാതെ കുറേ കൂടി ജാഗ്രതയായി മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പോകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ ഈ അഭിമുഖത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വ്യക്തിപരമായ ഒരു ചോദ്യം, ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും പദവി താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരുന്നവർ സർക്കാർ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകേണ്ട, സർക്കാർ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്നവർ പാർട്ടി പദവിയിലേക്ക് വരണ്ട. മുൻപില്ലാത്ത ഒരു ചർച്ചയാണ്. ആ ചർച്ച അതിനനുസരിച്ച് തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്നെ പാർട്ടിക്ക് ഏതിലാണോ സ്യൂട്ടബിളായി ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ലീഡർഷിപ്പ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. ആഗ്രഹിച്ചത് കിട്ടിയില്ല, ഇനി പാർട്ടി തീരുമാനിക്കട്ടെ. എന്തായാലും വളരെയധികം നന്ദി. ഈ വർത്തമാനകാല കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അങ്ങയുടെ വാക്കുകൾക്കും സമയത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.